ഇവിടെ വന്നിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഓ ചക്കോലി, ലോട്ടറി, അതെ ഇവൻ ലോട്ടറി വിട്ടിട്ട് ലോകം മുഴുവൻ ഫേമസ് ആയില്ലേ, വൈറലായി. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ലോട്ടറി വിൽപ്പനയ്ക്കും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലേ. ഇപ്പൊ വിൽപ്പന ഉണ്ടോ? നിർത്തി, കേസൊക്കെ ആയില്ലേ? ഓക്കെ. ഇപ്പൊ ലോട്ടറി നിർത്തി ഫിജിക്കാട്ടായോ? കൈറ ബ്യൂട്ടി പാർലർ, രണ്ട് സംഭവമല്ലേ? കൈറ ഫാമിലി സലൂൺ ആൻഡ് കൈറ ഡിസൈൻസ്. ഡിസൈൻസ് കേട്ടപ്പോ എനിക്ക് എന്നെ പോലെ ഈ കേസൊക്കെ എടുക്കോ? ഇങ്ങനത്തെ അടിച്ചു തരാൻ പറ്റുമോ? രണ്ടും ഉണ്ടല്ലേ? ഫാമിലി സലൂൺ, ഫാമിലി എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അല്ലേ മൊത്തം? ഓക്കെ. എന്നെ മമ്മൂക്കി ആക്കി മാറ്റാൻ പറ്റുമോ? നോക്കട്ടെ, അടുത്ത് പോയിട്ട് ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്. ഓൾറെഡി ഗ്ലാമർ ആണല്ലോ. ആണോ? തിന്ന ഇങ്ങനെ വലിയ ഗ്ലാമർ ഒന്നുമില്ല, അല്ലാതെ പറഞ്ഞാൽ തിരിഞ്ഞിരിക്കുമ്പോഴാണ് ഗ്ലാമർ. അപ്പൊ എനിക്കൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും കൈറ ഫാമിലി സലൂൺ അല്ലെങ്കിൽ കൈറ ഡിസൈൻസ് പുതിയ തുടക്കമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആ ഒരു വേദിയിൽ ഇനാഗുറേഷൻ സെറമണിയുടെ ഭാഗമായിട്ട് അംഗം ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ലൈഫിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ന് നൽകുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? സക്സസ് ആവാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഫിജി കാർട്ടില് ബിസിനസ് പാർട്ട്ണർ ആവുക. തീർന്നില്ല, അത് മാത്രം പോരാ. എന്നിട്ട് നല്ല ആത്മവിശ്വാസവും നല്ല ഫോളോ അപ്പും ലക്ഷ്യം കാണുന്നത് വരെ അത് വിട്ടുപോവാതെ മുമ്പോട്ട് പോകണം. അല്ലാതെ ലീഡർമാർക്ക് 50 ലക്ഷം കിട്ടി, 1 കോടി കിട്ടി, ബെൻസ് കാറ് വാങ്ങി, ഞങ്ങൾക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. നല്ല തീഷ്ണത, കുറച്ചു കാലം നന്നായി വർക്ക് ചെയ്യണം. പിന്നെ വണ്ടി റെയിൽമേ കയറി ഓടാൻ തുടങ്ങിയാൽ നല്ല രീതിയിൽ അങ്ങോട്ട് പൊക്കോളും, കാശ് പിന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആരും ഫിജിക്കാട്ടിലേക്ക് വരരുത്. ബിസിനസ്സുകാർക്ക് മാത്രമുള്ളതാണ് ബിസിനസ് മെന്റാലിറ്റി. ബിസിനസ് ചെയ്യാനുള്ള ത്യാഗം, കാത്തിരിപ്പ്, നഷ്ടം, ലാഭം ഇതൊക്കെ അനുഭവിക്കാൻ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭം നഷ്ടങ്ങളൊക്കെ കൂടിയതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രം വരാം. പിന്നെ ഫോളോ. എന്റെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാല് ദ സീക്രട്ട് ബിഹൈൻഡ് സക്സസ്, ഡു ഫോളോ വിത്ത് 100% കോൺഫിഡൻസ് അണ്ടിൽ യു അച്ചീവ് എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യമാണെന്നറിയാം, എന്നാലും ഈ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് അറ്റയർ, വൈ ദിസ് ഓൾവേസ് ക്ലീശയാണെന്നറിയാം, പക്ഷെ എന്നാലും വി വുഡ് ലൈക്ക് ടു നോ. വൈറ്റ് ആൻഡ് വൈറ്റ് ഇപ്പൊ എന്താ പറയാ, ബ്ലാക്ക് ആക്കാൻ പറ്റില്ല. ഇതേ ബ്ലാക്ക് ലൈൻ ഉണ്ട്, ബ്ലാക്ക് വൈറ്റിൽ ഒരു ലൈൻ. പിന്നെ ഇതെന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പൊ ആ പഴയ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കാരണം ഇടാൻ തുടങ്ങിയതാണ്. പിന്നെ ഇത് മാറ്റാൻ പറ്റിയിട്ടില്ല. That's lovely. Thank you so much. നമ്മുടെ സ്വന്തം ബോബി ചെമ്മണ്ണൂർ for the beautiful answers you have given to us. Thank you so much once again. One matter. ഇവിടെ ഞാനൊരു പോലീസുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, SI. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ? ഷാനവാസ്. സബ് ഇൻസ്പെക്ടർ ശാസ്താംകോട്ട എവിടെയുണ്ട്? വണ്ടി നിയന്ത്രിക്കുകയാണോ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് വേഗമാ ഓടിവാ, ഒറ്റ മിനിറ്റ്. ഞാൻ ഓടി ഒരു മിനിറ്റ്. വണ്ടി ഒന്നും പോക്കാവില്ലേ നിങ്ങള്? വോളിയം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അമേസിംഗ് പേഴ്സണാലിറ്റി തന്നെയാണ് സബ് ഇൻസ്പെക്ടർ ശാസ്താംകോട്ട ഷാനവാസ്. വെൽക്കം. വണ്ടിയൊന്നും ബ്ലോക്കാവില്ല, നിങ്ങൾ ചിരിച്ചാ വണ്ടികളൊക്കെ പൊക്കോളും. അതായത് ജനഹൃദയങ്ങള് കീഴടക്കിയ ഒരു പോലീസുകാരനാണ് SI ഷാനവാസ്. ഞാൻ വരുന്ന ഇദ്ദേഹത്തിനും കൂടെ കാണുന്ന അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ. എന്താ പ്രത്യേകത എന്നറിയാവോ? ഈ നിങ്ങൾ കാണുമ്പോൾ ഈ കാണുന്ന മസിലും അല്ലെങ്കിൽ ഈ കാണുന്ന ലാത്തിയും ഒന്നും ഉപയോഗിച്ച ആൾക്കാരെ പേടിപ്പിച്ചിട്ടല്ല പുള്ളി ഭരിക്കുന്നത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ജനങ്ങളെ കീഴടക്കുകയാണ്.
അദ്ദേഹം ചിരിച്ചാൽ പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒരു കേസും ഇല്ല, ഒന്നുമില്ല. ഞാൻ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുമ്പോ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഒരുപാട് ബഹുമാന ആദരവും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസറെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോ ഉണ്ടെന്ന് കേട്ടപ്പോ ഇവിടെ നോക്കുമ്പോ കാണാനില്ല, അതാ വിളിച്ചത്. റിയലി അപ്രീഷിയേറ്റ്, കീപ് ഇറ്റ് അപ്പ്. മാതൃകയാണ്. That was a lovely moment. Thank you so much, Shanavas P.S. for joining on to the stage with us. Your presence is so valuable for all of us. Thank you once again. And ഇനിയിപ്പോ കുറച്ചു നേരം ഒന്ന് ഇരിക്കാനായിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മളെ ഇരുത്താനുള്ള പരിപാടിയാണ്. യെസ്, കുറച്ചു നേരം പ്ലീസ്. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാനായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ഡോക്ടർ സൈജു ഖാലിദ്, മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ്